ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെ ഒരു അതിഥിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആൻസൺ തോമസ്. മുംബൈയിൽ ജനിച്ചു വളർന്ന മലയാളിയാണ്. കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോഴദ്ദേഹം സ്പോർട്സ് മിനിസ്ട്രിയോടനുബന്ധിച്ച് ഇന്ത്യയിലെ വിവിധ റെഡ് സ്ട്രീറ്റുകളിലുള്ള സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടി, അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് പുതിയൊരു ജീവിതം കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള വിപുലമായ ഒരു മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുക. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും ദൈവം അദ്ദേഹത്തെ നടത്തിയ വിധങ്ങളും അദ്ദേഹം ചെയ്യുന്ന മിനിസ്ട്രിയും എന്തൊക്കെയാണെന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേട്ടറിയാം. സ്വാഗതം ചെയ്യാം ആൻസൺ തോമസ്. യെസ് ആൻസൺ, കേരളത്തിൽ വേരുകൾ കോഴഞ്ചേരിയിലാണ്. എന്റെ പത്തനംതിട്ട തൂന്നിയാവിലെയാണ് എന്റെ പേരൻസിന്റെ വീട്. ഓക്കെ. മുംബൈയിൽ ജനിച്ചു വളർത്തപ്പെട്ടു. കസ്റ്റംസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ മുംബൈയിൽ ജനിച്ചു വളർന്ന കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 30-ലധികം വർഷങ്ങളായി റെഡ് സ്ട്രീറ്റിൽ പ്രത്യേകമായ ഒരു മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. എങ്ങനെ അതിലേക്ക് എത്തി? സാറ് പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കും എന്നുള്ളത്. കാരണം ഞാൻ കസ്റ്റംസിലാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞാനൊരു കളിക്കാരനോടായിരുന്നു. മുംബൈ ഹോക്കി ടീമിന് കളിച്ചിട്ടുണ്ട്, മുംബൈ കസ്റ്റംസിന് കളിച്ചിട്ടുണ്ട്, ഇന്ത്യൻ കസ്റ്റംസിനും കളിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്നുള്ളത്. ഹോക്കി ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഡ്രീം ആയിരുന്നു. പക്ഷേ ഇതെല്ലാം സഡൻലി ചേഞ്ച് ആയി. ഞാൻ നേരത്തെ മാർത്തോമ സഭയിലെ ഒരു മെമ്പറായിരുന്നു, അംഗമായിരുന്നു. ആ സമയത്ത് എന്തെങ്കിൽ ഞങ്ങളുടെ ചർച്ചായിട്ട് ഞങ്ങളൊരു പിക്നിക്കിന് പോയായിരുന്നു ലോണാവല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. ഒക്ടോബർ 1991 1991 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. അതൊരു ഡ്രൈ ഡേ ആണ്. അന്ന് മദ്യം ഒന്നും വിൽക്കത്തില്ല. പക്ഷേ അവിടെ പിക്നിക്കിന്റെ ആ സ്ഥലത്ത് പോയപ്പം അവിടെ കുറച്ച് കൂടുതൽ കാശ് കൊടുത്ത് കുറച്ച് ബിയറിന്റെ ബോട്ടിൽ വാങ്ങിച്ചിട്ട് കൂട്ടുകാർ കൂടി ഇരുന്ന് കുടിച്ചു. ഞങ്ങളുടെ ചർച്ചിലെ വികാരി അച്ഛൻ റെവറൻ കുര്യൻ ജോർജ്, എനിക്കെന്നെ മനസ്സിലായി ഞാൻ മദ്യപിച്ചെന്നുള്ളത്. എല്ലാവരുടെയും മുമ്പിൽ എന്നെ കൺഫ്രണ്ട് ചെയ്തിട്ട് പറഞ്ഞു, ആൻസൺ, യു ഹാവ് ബ്രോക്കൺ ദ ഫെലോഷിപ്പ് ഫോർ വാട്ട് യു കം ഹിയർ ഫോർ ആൻഡ് ഐ എം ഗോയിങ് ടു ടെൽ യുവർ ഫാദർ. ഇവിടെ വന്നിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ അർത്ഥം നീ അന്നെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞാൻ നിന്റെ പിതാവിനോട് പോയി പറയുന്നുള്ളത്. അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് എനിക്ക് 25 വയസ്സുണ്ട്. 24 ജോലിയിലേക്ക് പ്രവേശിച്ചു. ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളികള് അവിടെ പിക്നിക്കിന് ഇത്രയും കിട്ടിയാൽ ആയിരുന്നു കിട്ടി വലുതാകും. ഞാനൊരു ഇൻസൾട്ടായിട്ട് കണ്ടു. അതുകൂടാതെ ഞാൻ കസ്റ്റംസിൽ ജോലി ചെയ്യുന്നു, ഞാനൊരു കളികാരനാണ്. സോ അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഗോ ടെൽ മൈ ഫാദർ ഐ എം നോട്ട് സ്കെയർഡ് ഓഫ് യു. അതിൻ്റെ ആ ദിവസം മൊത്തമായിട്ട് ഞാൻ അച്ഛനോട് സംസാരിച്ചില്ല. കാരണം ഈ അകത്തൊരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു. തിരിച്ചു വരുന്ന നേരത്ത് ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഞാനൊരു മദ്യപാനിയല്ല, വല്ലപ്പോഴും കുടിക്കും. ക്രിസ്മസിന്റെ സമയത്ത്, ന്യൂ ഇയർ കളിച്ച് ജയിക്കുമ്പോഴാണെങ്കിൽ കൂട്ടുകാർ കൂടി ഒക്കേഷണൽ ഡ്രിങ്കർ. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അന്ന് രാത്രി ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ പപ്പയുടെ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ നേരത്തെ കുടിച്ചിട്ടുണ്ട്, ഇന്നും ഞാൻ എന്തെങ്കിലും കുടിച്ചു. ഞാനൊരു പ്രോമിസ് ചെയ്യുന്നു, ഞാൻ ഇനി ഒരിക്കലും കുടിക്കുകയില്ലെന്നുള്ളത്. ആ പ്രോമിസ് ഞാൻ ചെയ്തത് ഞാൻ എൻ്റെ പപ്പയോട് തന്നെയല്ല, ഞാനത് ദൈവത്തോടാണ് ചെയ്തത്. കാരണം എൻ്റെ പപ്പയെ കളിപ്പിക്കാൻ എല്ലാവരെയും കളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസം ഞാൻ ഈ അച്ഛൻ്റെ പാർസനേജിൽ പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനെ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും കുടിക്കുകയില്ലെന്നുള്ളത്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, ആൻസൺ, എനിക്കറിയാമോ ഞാൻ നിന്നെ എന്തിനാ അന്ന് കൺഫ്രണ്ട് ചെയ്തത്? എനിക്ക് നിന്നോടുള്ള സ്നേഹം.
ആ സ്നേഹം എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുട്ടുകാലിൽ പോയിട്ട് ഞാൻ ചെയ്ത ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങൾ, കറുത്ത പാപങ്ങളെല്ലാം എൻ്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ദൈവമേ, നീ ഞാൻ ചെയ്തിരിക്കുന്ന പാപമെല്ലാം അറിയുന്നുണ്ട്. ഞാൻ വാങ്ങൊണ്ടല്ല, എൻ്റെ ഹൃദയം കൊണ്ട് മാപ്പ് ചോദിച്ചിട്ട് എന്നെ പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ വേണ്ടി ഞാൻ പശ്ചാത്തപിച്ചു. ഐ റിപ്പന്റഡ്. ഞാൻ ഒരു ദിവസം മുമ്പേ ചെയ്തത്, ഒരു വർഷം മുമ്പേ, 5 വർഷം, 10 വർഷം മുമ്പേ ചെയ്തിരിക്കുന്ന ഓരോ പാപങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഇതിൽ എൻ്റെ മുമ്പിൽ വന്നു. ഒരു വീഡിയോ റിവൈൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ട്. അപ്പൊ ഈ പാപങ്ങളെല്ലാം ഞാൻ അന്നെങ്കിൽ യേശുവിനോട് പറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകി എനിക്ക് പൂർണ്ണമായിട്ട് അന്നെങ്കിൽ വിടുതൽ കിട്ടി. എനിക്ക് പൂർണ്ണ സമാധാനം കിട്ടി, സന്തോഷം കിട്ടി, പുതിയ ഒരു ജീവിതത്തിന്റെ ഒരു അനുഭവം അന്നെങ്കിൽ ഉണ്ടായി. അന്ന് മുതൽ ഞാൻ എൻ്റെ ബൈബിൾ, ഞാൻ പോകുന്നിടത്തെല്ലാം, എൻ്റെ ഓഫീസ് കസ്റ്റംസില് കളിക്കാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ ബൈബിളും ഞാൻ കയ്യിൽ കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുപോകുക തന്നെയല്ല, ഞാനത് തുറന്ന് വായിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ചിരിക്കുമായിരുന്നു. ഹേയ്, ഈ പാസ്റ്റർ, ഈ ഫാദറിനെ നോക്ക്, ബൈബിള് പിടിച്ചുകൊണ്ട് ജോലി സ്ഥലത്തും കളിക്കും വരുന്നെന്നുള്ളത്. പക്ഷെ ഞാനത് ബോധർ ചെയ്തില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഒരു ദിവസം ഈ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, മുംബൈയിലെ സയൺ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റല് ഒരു മലയാളി ക്രിസ്ത്യാനി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നീ പോയി അവനെ ഒന്ന് കാണാൻ. ഞാൻ അവിടെ പോയി. അതൊരു സൈക്കാട്രിക് വാർഡായിരുന്നു. അവിടെ മദ്യപാനികള്, അവിടെ ഡ്രഗ്സ് എടുക്കുന്നവര്, HIV പേഷ്യൻസ്, ഇങ്ങനെയുള്ള ഈ പേഷ്യൻസ് എല്ലാം ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ആളിനെ പോയി കണ്ടു. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു, പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇയാളോട് ഞാൻ എൻ്റെ അനുഭവം സാക്ഷി ഞാൻ ഷെയർ ചെയ്യുന്നു, എൻ്റെ ടെസ്റ്റ് മണി. ദൈവം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടർച്ചയെന്നെങ്കിൽ ആ വാർഡിൽ പോകാൻ തുടങ്ങി. ഓരോ ബെഡുകൾ വിസിറ്റ് ചെയ്തിട്ട് പേഷ്യൻസിനെ കാണാൻ തുടങ്ങി. ഓരോ വാർഡുകളിൽ പോകാൻ തുടങ്ങി. ഓരോ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി. സന്ധ്യാസമയത്ത് ഞാനൊരു ബാച്ചിലർ ആയതുകൊണ്ട് എനിക്ക് ഇനിയും സമയം ഉണ്ടായിരുന്നു. ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് ഗോസ്പിൾ ട്രാക്സ് കൊണ്ടുവന്നിട്ട് എൻ്റെ ബാക്ക് പാക്കിലിട്ട് അത് ഞാൻ ബോംബെയിലെ ട്രെയിൻസിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. VT സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് VT നിന്ന് കൊളോബ രാത്രി സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പല കസ്റ്റമേഴ്സ്, ഈ സ്ത്രീകൾ വഴി നിൽക്കുന്ന, അവരെ അന്നെങ്കിൽ തിരക്കി നിൽക്കുന്ന കാണുമായിരുന്നു. അവരെ ഞാൻ കണ്ടിട്ട് അവരോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അവരോട് അന്നെങ്കിൽ ഞാൻ ഹിന്ദിയിൽ പറയുമായിരുന്നു, 2 മിനിറ്റിന്റെ സുഖം, എന്നേക്കുമായിട്ടുള്ള ദുഃഖം, ഇതാണ് എയ്ഡ്സിന്റെ രോഗം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ആരും കാണുന്നില്ല ഇവിടെ, മാതാപിതാക്കളോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ കാണുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അവരവിടുന്ന് നീങ്ങി അവിടുന്ന് പോകുമായിരുന്നു. സ്ലോലി എനിക്ക് ബലം കിട്ടി ഈ സ്ത്രീകളോട് സംസാരിക്കാനായിട്ട്. അവരോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയുമായിരുന്നു, 2 ലക്ഷം രൂപ തരാമോ, 5 ലക്ഷം രൂപ തരാമോ, എന്നാ പിന്നെ ഞാനിത് വിടാമെന്നുള്ളത്. കാരണം അവരുടെ ഉപജീവനത്തിന്റെ ഒരു പ്രശ്നം. എനിക്ക് അവരോട് എന്തുവാ പറയേണ്ടിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഈ കണ്ണ് കാണാത്ത അന്ധന്മാര്, ദ ബ്ലൈൻഡ് പീപ്പിൾ, they do their work and they earn their living. അവരും ജോലി ചെയ്തിട്ട് അവർ കാശ് സമ്പാദിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് നല്ല ഒരു ശരീരം തന്നിട്ടുണ്ട്, മനസ്സ് തന്നിട്ടുണ്ട്, കൈ കാല് എല്ലാം തന്നിട്ടുണ്ട്. ജോലി ചെയ്തിട്ട് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ലിവിങ് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതെന്റെ ഒരു ഡിഫൻസ് ആയിരുന്നു. കാരണം പല എക്കണോമിക് സിറ്റുവേഷൻസിൽ കൂടുന്ന ഈ സ്ത്രീകളാണെങ്കിൽ അവിടെ വന്നത്. 91, 92 ഈ സമയത്ത് ന്യൂസ് പേപ്പറിൽ വരുമായിരുന്നു HIV എയ്ഡ്സ് ആൻഡ് മുംബൈയിലെ കമാട്ടിപുര, ഗ്രാൻഡ് റോഡ്, ഈ സ്ഥലത്തെ പറ്റിയൊക്കെ ഒത്തിരി ന്യൂസിലന്നെങ്കിൽ വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. ഞാൻ ഈ സ്ത്രീകളുടെ ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ഇത് വായിച്ചപ്പം എൻ്റെ മനസ്സിലന്നെങ്കിൽ ഒരു ഇത് വന്നു, ഞാൻ അവിടെ പോകണം എന്നുള്ളത്.
ഒരു ദിവസം ഈ രാത്രി എൻ്റെ ജോലിയും കളിയും ഇതും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്ഥലം എവിടാന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ പോയിട്ട് 1 മണിക്കൂർ അവിടെ നിന്ന് നടന്നു. അത് വലിയ ഒരു സ്ഥലമാണ്, കമാട്ടിപ്പുറ എന്ന് പറഞ്ഞ വലിയ ഒരു ഏരിയ ആണ്. ഞാൻ അവിടെ ഇങ്ങനെ നടന്നപ്പം ദലാളികൾ എന്നെ വിളിക്കാൻ തുടങ്ങി, പെൺകുട്ടികൾ എന്നെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ ആ സ്ഥലം കണ്ടാൽ തന്നെ ആണെങ്കിൽ അന്ധകാരത്തിന്റെ ആ ഒരിത് ഐ കുഡ് ഫീൽ ദാറ്റ്. ഞാനൊരു 25 വയസ്സുള്ള ഒരു യുവാവാണ്. ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് ഞാൻ തിരിച്ചു ബസ് സ്റ്റോപ്പിൽ പോയി. ബസ് സ്റ്റോപ്പിൽ പോയിട്ട് തിരിച്ചു വീട്ടിൽ മടങ്ങിപ്പോവാനായിട്ട് അവിടെ വെച്ച് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? എനിക്ക് സഡൻലി ഒരു ആത്മീയ ശക്തി കിട്ടി. തിരിച്ച് ഞാൻ മടങ്ങി അവിടെ ആണെങ്കിൽ പോയി. അവിടെ പോലീസുകാർ മുതല് ദലാല് പെൺകുട്ടികൾക്ക് ഈ ഗോസ്പൽ ട്രാക്സ് കൊടുക്കാൻ തുടങ്ങി. ദൈവം എനിക്കൊരു താലന്ത് തന്നിട്ടുണ്ട് കളിക്കാൻ, ഹോക്കി കളിക്കാനായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ കൂട്ട് ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കേണ്ടിയായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഒരു വാതില് അടയുമ്പോൾ ദൈവം 10 വാതിൽ തുറക്കും. ആ വാതില് ദൈവം തുറന്നത് എൻ്റെ ബൈബിൾ വേദപുസ്തകം ഒരു കയ്യിൽ പിടിച്ച്, ഒരു ഫുട്ബോൾ മറ്റേ കയ്യിലെടുത്തിട്ട് ഈ തെരുവിൽ പോയിട്ട് അവിടെ ജനിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ കളിക്കാൻ തുടങ്ങി. അവിടെ ഈ കുഞ്ഞുങ്ങള് വരുമായിരുന്നു. ഞാൻ അവരുടെ കൂടെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി. ഈ ഫുട്ബോൾ ഗട്ടറിൻ്റെ അകത്ത് വീഴുമായിരുന്നു. അതെടുത്ത് കഴുകിയിട്ട് അവരുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. സോ അവിടെയുള്ള ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, ഇതാരാ ഇവിടെ വരുന്ന ഈ കുഞ്ഞുങ്ങളെ സ്നേഹം കാണിക്കുന്നത്? കാരണം സാധാരണ അവിടെ പോകുന്നത് വേറെ ഇതിനു വേണ്ടിയായിട്ടാ പോകുന്നത് അവിടെ. പക്ഷെ ഇവിടെ ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഒരു സ്നേഹം കാണിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോകുമായിരുന്നു. അവിടെ ഞായറാഴ്ച ദിവസം ഈ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവര് നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. വെക്കേഷൻ സമയത്ത് വെക്കേഷൻ ബൈബിൾ സ്കൂൾ, ഗോസ്പൽ മീറ്റിംഗ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ നടത്തുമായിരുന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ആ സ്ഥലം എങ്ങനെ മാറാൻ പറ്റും? ജസ്റ്റ് ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്നതല്ല. കാരണം പലര് സോഷ്യൽ വർക്ക് ചെയ്തിട്ട് അവിടെ വീണിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ സ്നേഹം അവരിൽ പകരുമ്പോഴേ അവിടെ മാറ്റം വരുത്തുള്ളൂ. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചെന്നുള്ള ആ ഒരു ബോധ്യം അവരുടെ വരുമ്പോഴേ മാറ്റങ്ങൾ വരുത്തുള്ളൂ. ആ ഒരു സ്നേഹം ഇവരുടെ ഇടയിൽ ഐ യൂസ് ടു ഷെയർ. പല വലിയ വലിയ കളിക്കാരെ ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സ്റ്റീവ് വോർഫ്, ആഡം ഗിൽക്രിസ്റ്റ്, നിക്കി ബോയെ, ജോയൽ ഗാർണർ, ഇയൻ ബിഷപ്പ്, മുരളി കാർത്തിക്, ഹർഭജൻ സിംഗ്, പിന്നെ ടിനു യോഹന്നാൻ, കേരളത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റർ ടിനു യോഹന്നാൻ, എബി കുർവല, ഫിലിം ആക്ടർ സുനിൽ ഷെട്ടി, ജോണി ലിവർ, സച്ചിൻ ടെണ്ടുൽക്കറിനെ ആണെങ്കിൽ ഈ കുട്ടികളെ കൊണ്ടുപോയാണെങ്കിൽ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഞാൻ സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെ യൂസ് ചെയ്ത് ഇവരുടെ ഒരു ഫോട്ടോഗ്രാഫ് പോലും കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ ഇവരെ ചുമതലയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ അവിടെ കൊണ്ടുപോയി ഈ പിള്ളേരുടെ ഇടയിലാണെങ്കിൽ ഐ മേഡ് ദം സ്പെൻഡ് സം ടൈം. സോ സ്പോർട്സ് ഇസ് എ വെരി ഗുഡ് പോസിറ്റീവ് ദിസ് എനർജി ടു ചേഞ്ച്. ഈ കുഞ്ഞുങ്ങള് അവിടെ ദലാലും വേശികളുമായിട്ട് മാറേണ്ട ഈ കുഞ്ഞുങ്ങള് കളി കൊടുന്ന്, പഠിത്തത്തിൽ കൊടുന്ന് അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു. ഇന്ന് ഈ കുഞ്ഞുങ്ങള് പലരും പഠിച്ചിട്ട് MBA ചെയ്തിട്ടുണ്ട്, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, അങ്ങനെ പഠിച്ചിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പലരാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശത്തിന്റെ നല്ല ഒരു സിറ്റിസൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവരെ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആൻസന് എന്തെങ്കിലും സംവിധാനമോ സംഘടനയോ വല്ലതും ഉണ്ടായിരുന്നോ? എന്റെ സ്വന്തമായിട്ടാണെങ്കിൽ ഞാൻ തുടങ്ങിയില്ല. അന്ന് ഞാൻ മാർത്തോമ സഭയിലെ ഒരു അംഗമായിരുന്നു. അപ്പൊ എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു, ഞാൻ എൻ്റെ സ്വന്തം പേരല്ല എടുക്കേണ്ടത്. കാരണം പലരാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് അവരുടെ സ്വന്തമായിട്ടുള്ള. ഇന്ന് പല സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത്രയും ചെയ്തിട്ട് വലിയ ഒരു പേര് ഇത് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്.
ബട്ട് മൈ മെയിൻ ദിസ് വാസ്, ഞാൻ ഈ മർത്തോമ സഭയുടെ ഒരു മെമ്പറാണ്. സോ ഐ ഷുഡ് എൻകറേജ് ദ ചർച്ച് ടു കം ഫോർവേഡ്. അങ്ങനെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്താണെങ്കിൽ അവർ വളർത്താൻ തുടങ്ങി. അങ്ങനെയാണ് നവജീവൻ സെന്റർ എന്നും പറഞ്ഞ ഒരു സ്ഥാപനം ആണെങ്കിൽ തുടങ്ങിയത്. പക്ഷേ അത് ഇവർ കൊച്ചു കുഞ്ഞുങ്ങളെ മാത്രം എടുത്ത് ഇത് വളർത്തിയുള്ളൂ. പക്ഷെ അവിടെ ഞാൻ പോയ സമയത്ത് കുറച്ച് പ്രായമുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. ഞാൻ പോയി ഇവരെ കാണുമ്പം ഇവർ പറയുമായിരുന്നു, അങ്കിൾ വന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. സോ എന്തോ ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള പ്രായമുള്ള കുട്ടികളെ ഞാൻ സ്വന്തമായിട്ട് അന്നെങ്കിൽ എടുത്ത് അവരെ വളർത്തിയിട്ടുണ്ട്. ഇന്ന് അവർ MBA ഒക്കെ ചെയ്തിട്ട് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരിപ്പം അതിലൊരു പയ്യനാണെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അവനെന്നെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള റെഡ് ലൈറ്റ് ഏരിയയിലെ പിള്ളേരെ വളർത്തുന്നത്. സോ ദാറ്റ് ഇസ് ഹൗ ഐ ഹാവ് വർക്ക്ഡ് അമംഗ് ദ ചിൽഡ്രൻ. പക്ഷെ അവിടെ പോയപ്പം ഞാൻ കണ്ടു ഒത്തിരി പെൺകുട്ടികൾ ഇതിന്റെ അകത്ത് കിടക്കുന്നത്, വെളിയിലിറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഒരു കസ്റ്റമറായിട്ട് അകത്ത് കയറി പോകാൻ തുടങ്ങി, കാശ് കൊടുത്തിട്ട്. ആൻഡ് ഈ പെൺകുട്ടികൾ എവിടാന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങി. അതൊരു വലിയ റിസ്ക് അല്ലേ? കാരണം ഇതൊരു വലിയ മാഫിയ സംവിധാനമല്ലേ അതിനകത്തുള്ള? അവരുടെ ഒരു ബിസിനസ് ആണ്. അതെ. സോ അവരുടെ ഈ ഒരു ഇതിനെ തൊട്ട് കളിക്കുന്നവരെ അവർ വിടത്തില്ല. അതെ. കാരണം നമ്മൾ ഒരു വേശ്യാലയത്തിന്റെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞാല് നമ്മൾ അതിൻ്റെ അകത്ത് അകപ്പെട്ടു. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ആൻഡ് അടി വാങ്ങിക്കുന്നതിൽ തന്നെയല്ല, നമ്മൾ ആത്മീയമായിട്ടും വീഴാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ടെംപ്റ്റേഷൻസ് ഉണ്ട്. സോ അതിനെയെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഇതിലാണ് ഇതിൻ്റെ അകത്ത് കയറിപ്പോകുന്നത്. സോ അങ്ങനെ ഞാൻ കയറിയിട്ട് ഈ കുട്ടികൾ എവിടാന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ട്, ചിലപ്പോൾ പ്രായം കുറഞ്ഞായിരിക്കും, പ്രായമുള്ളവരായിരിക്കും, പക്ഷേ പല വിധത്തിൽ അവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫോഴ്സ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇങ്ങനെ അവരെ റെസ്ക്യൂ ചെയ്തു. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. ദിസ് വേർഡ് യു റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു സേ റെസ്ക്യൂ ചെയ്തെന്നുള്ളത്. പക്ഷെ ഇതിന്റെ പുറകിൽ ഒത്തിരി ഗ്രൗണ്ട് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ പോലീസിനെ ആണെങ്കിൽ ഇൻഫോം ചെയ്യണം. ദ പോലീസ് ആർ കറപ്റ്റ്. അവരും ഇതിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമാണ്. കറപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കറപ്റ്റ് ആണെന്ന് പറയുന്നില്ല. ഞാനും കസ്റ്റംസ് ജോലി ചെയ്ത ഐ വാസ് നോട്ട് കറപ്റ്റ്. ആൾക്കാർ പറയുന്ന കസ്റ്റം ഡിപ്പാർട്ട്മെന്റ് ഇസ് കറപ്റ്റ്, ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ എവ്രി വൺ ഇസ് കറപ്റ്റ്. സോ ഐ വുഡ് ലൈക്ക് ടു ജസ്റ്റ് ക്ലാരിഫൈ. സോ ദ പോലീസ് പീപ്പിൾ ഓവർ ദെയർ വെർ കറപ്റ്റ്. ആൻഡ് അവരാണെങ്കിൽ ഇവരെ ഇൻഫോം ചെയ്യും. തോമസ് വന്നിട്ടുണ്ട്, അവരെന്നെ അറിയുന്ന തോമസിന്റെ പേരിലാണ്. തോമസ് വന്നിട്ടുണ്ടെന്ന് അവര് ഈ നടത്തുന്നവരെ ആണെങ്കിൽ ഇൻഫോം ചെയ്യും. അവരുടനെ ഈ പെൺകുട്ടികളെ ആണെങ്കിൽ അവിടുന്ന് മാറ്റി. അപ്പൊ എന്നെ ഒരു ടീം ആണെങ്കിലുണ്ട്. ഞാൻ തന്നെയല്ല പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. ഞാൻ പോകുമ്പം എൻ്റെ ആൾക്കാര് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള അല്ലാതെ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ വേശ്യാലയത്തിന്റെ അവിടെ ഉണ്ട്, ഇതിന്റെ അകത്താണെങ്കിലുണ്ട്. അപ്പൊ എനിക്കും ഇൻഫർമേഷൻ തരും. പോലീസുകാർ ഇൻഫോം ചെയ്തോ ഇല്ലയോ, ഇവരെ മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയുള്ള ഫുൾ പല പല കാര്യങ്ങൾ, ഡൈനാമിക്സ് ഇൻവോൾവ് ഉണ്ട് ഇതിൻ്റെ അകത്തുള്ള. പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പറയും, സാറേ വണ്ടിയില്ല പോകാനായിട്ട്, ലേഡി കോൺസ്റ്റബിൾ ഇല്ല, കാരണം ലേഡീസ് അല്ലാതെന്നെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോരോ തടസ്സങ്ങളും എക്സ്ക്യൂസും കൊണ്ടുവരും. ഷെൽ ഐ ഹാഡ് ടു ബി റിയലി ടഫ് ദിസ് പോലീസ് പീപ്പിൾ ടു. അങ്ങനെ ദൈവകൃപയാൽ 800-നെക്കാട്ടിലും പെൺകുട്ടികളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഈ ഡൽഹിയിലെ ചുവന്ന തെരുവിൽ നിന്നും മാത്രം 800ഓളം, ഡൽഹിയല്ല ബോംബെയിലെ ചുവന്ന തെരുവിൽ നിന്ന് മാത്രം 800ഓളം സ്ത്രീകളെ റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരെ എങ്ങോട്ടാ വിടുന്നത്? എന്താ ചെയ്യുന്ന അവരെ റെസ്ക്യൂ ചെയ്തിട്ട്? അവരെ റെസ്ക്യൂ ചെയ്താല്, കാരണം പോലീസിന്റെ ഹെൽപ്പ് കൊണ്ടാണ് റെസ്ക്യൂ ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് പോയിട്ട് ഒരു പെൺകുട്ടി അവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഫോഴ്സ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റിയില്ല. പോലീസിനെ കൊണ്ടുപോകുമ്പം അതിൻ്റെ ആയിട്ടുള്ള ചില കാര്യങ്ങളാണെങ്കിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, പഞ്ചനാമ ഉണ്ട്, ബോഗസ് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ ഒരു സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടാണ് ഈ പെൺകുട്ടികളെ പോയി റെസ്ക്യൂ ചെയ്യുന്നത്.
അപ്പം ഇറ്റ് ബിക്കംസ് കോർട്ട് കമ്മിറ്റഡ്. ഒരു FIR ഫയൽ ചെയ്യും. ഇവരെ റെസ്ക്യൂ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ FIR ഫയൽ ചെയ്യും. അപ്പം ആ സമയത്തും പോലീസുകാർ പറയുമോ നീ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വീട്ടിൽ പോകാം. ഞാൻ അവരോട് പറയും സാറേ ഇതെന്റെ ഇൻഫർമേഷൻ ആണ്, അപ്പൊ എനിക്ക് ഈ FIR ഫയൽ ചെയ്യണം ഞാൻ എന്നെങ്കിൽ അവരോട് നീ പറയും. അപ്പം ഞങ്ങളുടെ ഇടയിൽ ഒരു കുസ്തി ഉണ്ടാവും. കാരണം they don't want me to file the FIR. So പക്ഷേ ഫൈനലി ഐ ഫൈൽ ദി FIR. അപ്പം അതൊരു കോർട്ട് കമ്മിറ്റഡ് കേസ് ആണ് ആകുന്നത്. അപ്പം ഈ പെൺകുട്ടികളെ ആണെങ്കിൽ ഗവൺമെന്റ് പ്രൊട്ടക്റ്റീവ് ഹോമിൽ അവരെ കൊണ്ടുപോയി അവിടെ ആക്കും. സോ ദേ ഹാവ് ടു അപ്പിയർ. കൊച്ചു മൈനേഴ്സ് ആണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അല്ലാത്തവരെ കോർട്ടിൽ അപ്പിയർ ചെയ്യണം. പിന്നെ കോടതി പറയുന്ന അനുസരിച്ചാണ് അവരുടെ ഓരോരോ കാര്യങ്ങൾ, അവരുടെ റീഹാബിലിറ്റേഷൻ, അവരെ പറഞ്ഞ് തിരിച്ച് നാട്ടിൽ അയക്കുന്നൊക്കെ അതനുസരിച്ചാണ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംവിധാനം ഒരുക്കുന്നതിന് ഒരു ടീം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇത് ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ആവശ്യമുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യും. യെസ്. എങ്ങനെ പണം കണ്ടെത്തി? See, there is money involved, but then at that time I was working for customs. ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന. സോ എന്റെ കഞ്ഞുകൂടി ഇതുകൊണ്ടല്ലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഐ എം ബീങ് വെരി ഫ്രാങ്ക്. പക്ഷെ എന്റെ ഒരു ആത്മഭാരമായിരുന്നു, ദൈവം എന്നെ കൊണ്ടുപോയി ഇതിൽ കൂടുന്നെങ്കിൽ ഇവരെ റെസ്ക്യൂ ചെയ്യണം, ഇതിൽ കൂടുന്ന ഇവർക്ക് ഒരു പുതിയൊരു ജീവിതം കൊടുക്കണം എന്നുള്ള ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ്. അല്ലാതെ ഇതിൽ കൂടുന്ന എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതല്ല. കാരണം നല്ലൊരു ചോദ്യമായി ചോദിച്ചാൽ പലരും ഇത് തുടങ്ങിയിട്ടുണ്ട്. ഓർഗനൈസേഷൻ, എത്രയോ ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട്, എത്രയോ ഫണ്ടിങ് വരുന്നുണ്ട്. ഈ ഓർഗനൈസേഷനും ഫണ്ടിങ്ങും നോക്കിയാല് ബോംബെയിലോ ഇന്ത്യയിലോ ഇങ്ങനെയുള്ള ഒരു ചുമന്ന തെരുവ് കാണുകയേ ചെയ്യരുത്. പൈസ വരുന്നുണ്ട്, പക്ഷേ വർക്കൊന്നും നടക്കുന്നില്ല. ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് കുറെ ഫോട്ടോഗ്രാഫ് എടുത്ത് വെളിയിലാണെങ്കിൽ ഫണ്ടിങ്ങിന് അയക്കുന്നുണ്ട്, നല്ല റിപ്പോർട്ടാണെങ്കിൽ വെളിയിൽ അയക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടികൾ അവിടെ തന്നെയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഫോർ മണി, ബട്ട് ദെൻ ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ്. 2009 എനിക്ക് CNN അവാർഡ്, CNN IBN റിയൽ ഹീറോസ് അവാർഡ് ഫോർ വുമൻ എംപവർമെന്റ് കിട്ടിയായിരുന്നു. ആ സമയത്ത് എനിക്ക് 5 ലക്ഷം രൂപ എന്നെങ്കിൽ കിട്ടി 2009. പക്ഷെ അവാർഡ് കിട്ടിയ സമയത്ത് ഐ ഫെൽറ്റ് ദാറ്റ് ഈവൻ ദാറ്റ് 5 lakh rupees, 5 ലക്ഷം രൂപ എനിക്ക് അവാർഡായിട്ട് കിട്ടിയത്, ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു മീ. ആ 5 ലക്ഷം രൂപ ഞാൻ 96 ഒരു സഹോദരിയെ ഞാൻ റെസ്ക്യൂ ചെയ്ത് അവരുടെ റീഹാബിലിറ്റേഷനും മൊത്തമായിട്ട് അന്നെങ്കിൽ കൊടുത്തു. ഞാൻ ഈ 5 ലക്ഷം രൂപ 5 lakh rupees. ഓക്കെ. So I felt like this money does not belong to me. ഈ CNN ഈ അവാർഡ് തന്നത് ഈ ചുവന്ന തെരുവിൽ ഈ സ്ത്രീകളെ റെസ്ക്യൂ ചെയ്തതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന്റെ. ഇൻഫാക്ട് അവർ 2008 എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അവരെന്നോട് പറഞ്ഞായിരുന്നു വി വോണ്ട് ടു ഗിവ് യു അവാർഡ്, CNN അവാർഡ്. ഞാൻ പറഞ്ഞു എനിക്ക് അവാർഡും വേണ്ട റിവാർഡും വേണ്ട, എനിക്ക് ക്വൈറ്റ്ലി ഐ വാണ്ട് ടു ഡു മൈ വർക്ക്. അവർ പറഞ്ഞു ഓക്കെ. 2009 അവർ പിന്നെയും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു സി വി നോ ദാറ്റ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനി അവാർഡ് ഓർ റിവാർഡ്, ബട്ട് പീപ്പിൾ ഷുഡ് നോ how ordinary people are doing extraordinary work. പറഞ്ഞു ഓക്കെ, ഐ വിൽ റിസീവ് ഇറ്റ്. ആൻഡ് ആ അവാർഡ് കിട്ടിയ അതിന്റെ പണം ഞാൻ വേറെ ഈ സഹോദരിക്ക് കൊടുത്തു. പക്ഷെ അതെനിക്ക് നല്ല ഒരു വേദിയായിരുന്നു. ഇത്രയും വലിയ വലിയ പേഴ്സണാലിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു ആ അവാർഡ് ഫംഗ്ഷൻ. എനിക്ക് അംബാനിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഈ അവാർഡ്, അമീർ ഖാൻ ഉണ്ടായിരുന്നു, പല ഫിലിം ആക്ടേഴ്സ് ആൻഡ് വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു. ഈ അവാർഡ് കിട്ടിയ സമയത്ത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ ചെയ്തായിരുന്നു. മൈ വിഷൻ, മൈ മിഷൻ ഇസ് ടു സീ ദ ഹോൾ റെഡ് ലൈറ്റ് ഏരിയ ആൻഡ് ടു ഗ്രീൻ ലൈറ്റ് ഏരിയ. ഓക്കെ. സോ ആ ഒരു ഇത് വെച്ചോണ്ട്, ദർശനം കൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാതെ ഒരു ബാൻഡേഡ് അവിടെ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയല്ല. ഈ ചുമന്ന തെരുവെന്ന് പറയുന്ന കാര്യം മൊത്തമായിട്ട് അന്നെങ്കിൽ തീർക്കാനായിട്ടാണ്. സോ അവിടെ ഉള്ള ആൾക്കാരെല്ലാം കൈകൊട്ടാൻ തുടങ്ങി. പക്ഷെ ചിന്തിച്ചായിരിക്കും എന്തോ പൊട്ടനാന്ന്.
ചുവന്ന തിരിവ് റെഡ് ലൈറ്റ് ഏരിയ ഗ്രീൻ ലൈറ്റ് ഏരിയ ആയിട്ട് മാറ്റാൻ നോക്കുന്നത്. പക്ഷേ ഞാൻ ചുമ്മാ പറയുക തന്നെയല്ല, ഐ വാണ്ടഡ് ടു വർക്ക് ഓൺ ദാറ്റ്. അങ്ങനെയാണ് 2010 എൻ്റെ കസ്റ്റംസിലെ ജോലി, ഗവൺമെന്റ് ജോബ് വിച്ച് ഐ ഹാഡ് വിത്ത് പ്രൊമോഷൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്, ഞാൻ എൻ്റെ റിട്ടയർമെന്റ് എഴുതി കൊടുത്തത്. അപ്പോഴത്തേക്ക് 20 വർഷം കംപ്ലീറ്റ് ആയിരുന്നു. ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. സോ അങ്ങനെ ഞാൻ അന്നെങ്കിൽ പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഫുൾ ടൈം സോഷ്യൽ വർക്ക് ഇത് ചെയ്യാൻ തുടങ്ങി. സോ മൈ വിഷൻ ആൻഡ് മിഷൻ വാസ് നോട്ട് ജസ്റ്റ് റെസ്ക്യൂയിങ്. ഞാൻ എത്രയും പെൺകുട്ടികളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും. കാരണം റെസ്ക്യൂ ചെയ്താലും ഈ കുട്ടികൾ they have gone through so much of traumas. കാരണം ഒരു ദിവസം തന്നെ ഒരു കുട്ടിയുടെ അടുത്ത് 10 കസ്റ്റമർ 15 കസ്റ്റമർ ഒക്കെയാ വന്ന് ചാടുന്നത്. ഇവരാരാ? അവരുടെ അപ്പച്ചന്മാരുടെ ഏജ് ഉള്ള ആൾക്കാരുണ്ട്, അപ്പന്റെ ഏജ് ഉള്ളതുണ്ട്, പല അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്, പല ടൈപ്പിലെ മദ്യവും മയക്കുമരുന്നും എടുക്കുന്ന ആൾക്കാരുണ്ട്, ഡിസീസ് ആൻഡ് ഓൾ ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ കം ആൻഡ് ജംപ് ഓൺ ദം. ആൻഡ് സർക്കാരും ഹെൽത്ത് ഓർഗനൈസേഷനും പറയുന്നുണ്ട് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം എയ്ഡ്സ് യൂസ് കോണ്ടംസ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദി ആൻസർ. സോ ഈ പെൺകുട്ടികൾ ദേ ഗോ ത്രൂ ഓൾ ദീസ് ട്രോമാസ്. അപ്പൊ നമ്മൾ ചുമ്മാ ഒന്ന് റെസ്ക്യൂ ചെയ്ത് ഇവിടെ വെക്കുന്നതിലെന്നെങ്കിൽ മാറുന്നില്ല. So rehabilitation is a process. It takes sometimes years together. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ റെസ്ക്യൂ ചെയ്താൽ. So I thought how we can prevent human trafficking. So അങ്ങനെ ഞാൻ കോളേജസിൽ പോകുമായിരുന്നു, ചർച്ചസിൽ പല പല സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് പ്രിവെൻഷനെ പറ്റി എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ എന്തെങ്കിലും സംസാരിക്കുമായിരുന്നു. കാരണം ഇന്ന് കോളേജ് പെൺകുട്ടികളും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടാകാം. ജസ്റ്റ് ക്വിക്ക് മണിക്ക് വേണ്ടി, ഡ്രസ്സിങ്ങിനും ഫാഷനും ഇതിനു വേണ്ടിയായിട്ടൊക്കെ ഇവരെന്തെങ്കിൽ ഇതിന്റെ ട്രാപ്പിലെന്തെങ്കിൽ വീണിട്ടുണ്ട്. പല യുവാക്കൾ, കോളേജ് പോകുന്ന യുവാക്കളാണെങ്കിൽ ഇങ്ങനെയുള്ള റെഡ് ലൈറ്റ് ഏരിയയിൽ പോവാറുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ ഇതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഇസ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോ ഐ സ്റ്റാർട്ടഡ് എഡ്യൂക്കേറ്റിംഗ് ദിസ് പീപ്പിൾ. കാരണം ഈ 800-നെക്കാട്ടിലും കൂടുതൽ പെൺകുട്ടികളെ റെസ്ക്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു നമ്പറാണ്. പീപ്പിൾ ഗിവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബട്ട് ദീസ് ആർ റിയൽ സ്റ്റോറീസ്. ഓരോന്നും ഓരോ സ്റ്റോറീസ് ആണ്. യെസ്, കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടിയുണ്ട്, തമിഴ്നാടിൽ നിന്നുള്ള പെൺകുട്ടിയുണ്ട്, ആന്ധ്രയിൽ നിന്നുണ്ട്, കർണാടകയിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് പല സ്റ്റേറ്റ്സിൽ നിന്നുള്ളതുണ്ട്, നേപ്പാളിൽ നിന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുണ്ട്. So we call them prostitutes, sex workers. പക്ഷേ ഇവരെ പല വിധത്തിൽ കൊണ്ടുവന്നിട്ട് ട്രാപ്പിൽ ആക്കിയിട്ട് ഇവരെ ആണെങ്കിൽ അവിടുന്ന് റെസ്ക്യൂ ചെയ്യും. So we have to see them as a sister, as a daughter. നമ്മുടെ സ്വന്തം സഹോദരി, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കണ്ടെങ്കിലേ മാറ്റങ്ങൾ വരത്തുള്ളൂ. അതാണ് ഡിഫറൻസ്. പല ഓർഗനൈസേഷൻസ് ഉണ്ട് ഇൻ ദ നെയിം ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സോഷ്യൽ വർക്ക് എന്നും പറഞ്ഞോണ്ട്. ഇവരെ വിളിക്കുന്നതെന്നറിയോ? സെക്സ് വർക്കർ, കമേഴ്ഷ്യൽ സെക്സ് വർക്കർ, പ്രോസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ ഇവരാരാ? വി ഹാവ് ടു സീ ദം ആസ് എ ഡോട്ടർ, വി ഹാവ് ടു സീ ദം ആസ് എ സിസ്റ്റർ. അങ്ങനെ നമ്മൾ ഇവരെ തൊടുമ്പോഴേ ചേഞ്ച് വരത്തുള്ളൂ, ട്രാൻസ്ഫോർമേഷൻ. സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് സെക്സ് വർക്കേഴ്സ് കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാല് ആ സ്ട്രീറ്റ് അവിടെ മാറാൻ സെമിനാറുകൾ ഒത്തിരി നടക്കാറുണ്ട്. വലിയ വലിയ 5-star ഹോട്ടലിൽ ചില വലിയ പൊളിറ്റീഷ്യൻസിനെ വിളിച്ച്, വലിയ വലിയ ആൾക്കാരെ വിളിച്ച് കുറെ കാശ് ഇവരെന്തെങ്കിലും മുടക്കുന്നുണ്ട്. സോ ഐ ഡോണ്ട് നീഡ് ഓൾ ദീസ് തിങ്സ്. എനിക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പോയി ഇത് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു കുട്ടി തടവിലുണ്ടെങ്കിൽ ഐ ഗോ ആൻഡ് റെസ്ക്യൂ ദം. അത് പണം കൊണ്ടല്ല, എൻ്റെ ജീവനെ പണയം വെച്ചിട്ടാണ്. പലർക്കും പൈസ ഉണ്ടെങ്കിൽ അന്നെങ്കിൽ ചെയ്യാൻ പറ്റും. പലരും എന്നോട് ചോദിക്കുന്ന ഫ്രം വേർ ഡു യു ഗെറ്റ് യുവർ ഫണ്ടിങ്? ആദ്യം ചോദിക്കുന്ന ചോദ്യം ആ ഫണ്ടിങ്ങിനെ പറ്റിയുള്ളത്. ഐ ഹേറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ.
അതിനകത്തൊരു ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ നമ്മളുടെ കണ്ണിന് മുൻപിൽ കാണുന്ന കാഴ്ചകൾ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി ഓർഗനൈസേഷനുകൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു പ്രൈം മോട്ടോ ആയിട്ട് ഈ ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഞാനാണെങ്കിൽ എന്നോട് സാർ ചോദിച്ചുകൊണ്ട് ഞാൻ ഇത് ചെയ്യൂല, ട്രൈങ് ടു എക്സ്പ്ലെയിൻ. But for me, it's not that I get funds and then I do the work. അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുമ്പം ഇതുവരെ ഒരു എൻ്റെ ആവശ്യം പോലും കുറവ് വന്നിട്ടില്ല. All my work which I have been doing, God has provided all my needs. ഇന്ന് 34 വർഷമായിട്ടുണ്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയല്ല, ഒരു ഹിന്ദി ബോളിവുഡ് ഫിലിം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് 2 കാര്യങ്ങൾ. ഈ പിന്നെ ഫാമിലി ഇതുപോലൊരു വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവർ എങ്ങനെ ഇതിനെ കാണുന്നു, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ കാര്യത്തിൽ, അവരെങ്ങനെ ഇതിനോട് പ്രതികരിക്കും? പാരൻസ്, വൈഫ്, എല്ലാവർക്കും ഒരു വലിയ. സംകുട്ടി സാർ ചോദിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഫാമിലിയിലുള്ള ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ വർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സോ എൻ്റെ വൈഫ് സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫിക്കൽട്ട്. കാരണം ഈ പോയി ഇത് ചെയ്യുന്നത് സ്ലംസ് അല്ല, ഈ പോയി വർക്ക് ചെയ്യുന്ന അവിടെ മൊത്തമായിട്ട് നഗ്നതയാണ്, നേക്കഡ്നെസ്. There is temptation, you can fall. So the first thing is my wife trusts me. അതുകൊണ്ടാണ് I can go and do the work. And I am also faithful. കാരണം അവിടെ പോകുന്ന സ്ഥലത്ത് ആരുമില്ല, ഭാര്യയുമില്ല, പേരൻസും ഇല്ല, കൂട്ടുകാരും ഇല്ല, തന്നെയാ പോകുന്നത്. ഇപ്പൊ ഞാൻ എല്ലാരെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റിയില്ല, കാരണം ഇറ്റ്സ് ഹൈ റിസ്ക് സ്ഥലം. ആൻഡ് പോയാൽ ചിലപ്പം നാളെ തന്നെയാണെങ്കിൽ ആരെങ്കിലും അവിടെ പോകും, ബിക്കോസ് ഓഫ് ടെംപ്റ്റേഷൻസ്. സോ ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ. പക്ഷെ എൻ്റെ ഫാമിലി ഹാവ് അണ്ടർസ്റ്റുഡ് ദ നീഡ് ഓഫ് ഇറ്റ്. ആൻഡ് ഫാമിലി സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ ഒക്കെ വർക്ക് ചെയ്തപ്പം പല ടൈപ്പിലെ റിസ്ക് എൻ്റെ ഫാമിലിക്കും ഉണ്ടായിരുന്നു. കാരണം അവര് ഇത് ചെയ്യുന്ന സമയത്ത് അവരുടെ ബിസിനസ് ആണിത്. അതിനെ എഫക്റ്റ് ആകുമ്പം അവർ നമ്മളെ വിടുകയില്ല. ത്രെട്ട് ഉണ്ടാകും. സോഫ്റ്റ് ടാർഗറ്റ് എപ്പോഴും ഫാമിലി ആവുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലിയെയോ അല്ലെങ്കിൽ നേരിട്ടൊക്കെ എനിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അവരെന്നെ ഈ തെരുവിലാണെങ്കിൽ അയൺ റോഡും സ്റ്റിക്ക് കൊണ്ടൊക്കെ ആണെങ്കിൽ ചേസ് ചെയ്തിട്ടുണ്ട്, എന്നെ കൊല്ലാനായിട്ടും തീർക്കാനായിട്ടും വന്നെങ്കിൽ ഫുൾ അവിടുത്തെ ഗുണ്ടകളും കൂടി. പക്ഷെ ദൈവകൃപയിൽ എനിക്ക് അവിടുന്ന് ആണെങ്കിൽ ഐ കുഡ് എസ്കേപ്പ് ഓവർ ദർ. ഓക്കെ. ഈ 1990-കളിലാണ് ഈ കാര്യം ആരംഭിക്കുന്നത്. ഇപ്പം 30 വർഷത്തിലധികമായി ഈ കാര്യം, 35 വർഷമായി. ഈ 35 വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ ചുവന്ന തെരുവിൽ ഗവൺമെന്റ് ഒത്തിരി സംവിധാനങ്ങൾ ഒരുക്കി, ഹെൽത്ത് വർക്കേഴ്സ്, പിന്നെ മറ്റ് ഇതുപോലത്തെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകൾ, സോഷ്യൽ ഓർഗനൈസേഷൻസ് ഒക്കെ പല നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്നത്തെ തുടക്കത്തിലെ രീതിയിലാണോ ഇപ്പോൾ ഈ ചുവന്ന തെരുവ് വർക്ക് ചെയ്യുന്നത്, അത് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായിരുന്നു? ഇപ്പോഴ് കമാട്ടിപ്പുര ഗ്രാൻഡ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ആദ്യം അവർക്കൊരു പേടിയൊന്നുമില്ലായിരുന്നു. ഇവൻ പോലീസുകാർ വന്നിട്ട് അവിടുന്ന് ഹപ്ത എന്ന് പറഞ്ഞ കാശും വാങ്ങിച്ചുകൊണ്ട് അന്നെങ്കിൽ പോകുമായിരുന്നു. പക്ഷേ ഈ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ മാത്രമല്ല അവിടുന്ന് മാറ്റുന്നത്, ഈ നടത്തുന്ന ആൾക്കാരെ ആണെങ്കിൽ FIR-ലാണെങ്കിൽ അവരുടെ പേര് വിട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് കഴിയുമ്പം അവർ ഉടനെ ആണെങ്കിൽ അടുത്ത ദിവസം കോടതിയിൽ ആണെങ്കിൽ ബെയിലിന് വേണ്ടി ഇത് ചെയ്യും. സോ ത്രൂ മൈ ലോയർ ഐ ഒപ്പോസ് ദ ബെയിൽ. അവർ പിന്നെ സെഷൻസ് കോർട്ടിൽ പോകും, ഹൈക്കോടതിയിൽ പോകും. സോ
ഒടുവിലാണെങ്കിൽ ദേ ഗെറ്റ് ബെയിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ട്രയൽ തുടങ്ങും. 3 വർഷം 5 വർഷമൊക്കെ ഇങ്ങനെ ഓരോ കേസ് അന്നെങ്കിൽ ചെയ്യും. പക്ഷെ അവിടെ ഞാൻ പോയി സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഇവരുടെ അഗേൻസ്റ്റ് ആയിട്ടുള്ള കൺവിക്ഷൻ അന്നെങ്കിൽ ചെയ്യും. അങ്ങനെ അവർക്ക് 3 വർഷം 5 വർഷം 7 വർഷത്തിന്റെ ഒക്കെ ആണെങ്കിൽ കൺവിക്ഷൻസ് ആണെങ്കിൽ. സോ ഇറ്റ് റിയലി എഫക്ട്സ് ദം. സോ ദേ ആർ കൺവിക്റ്റഡ്. ആൻഡ് കൺവിക്ഷൻ ആയി കഴിയുമ്പം ദെൻ ഐ മൂവ് ആൻ ആപ്ലിക്കേഷൻ ഇവരുടെ ബ്രോത്തൽ സീൽ ചെയ്യാനായിട്ടുള്ള കൺവിക്ഷൻ കഴിയുമ്പോൾ. സോ ദാറ്റ് റിയലി എഫക്ട്സ് ദർ ബിസിനസ്. അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ കൊണ്ടുവന്ന് വെക്കാം. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഈ ബ്രോത്തൽ കൂട്ടുമ്പോൾ ദേ ഗോ മാഡ്. അല്ല, അപ്പൊ അത്രയും ഇതിനകത്ത് ഇൻവോൾവ് ആകുമ്പോൾ ഇതൊരു വലിയ റിസ്ക് അതിനകത്ത് ഫാക്ടർ ഉണ്ടല്ലോ. യെസ്, there is a lot of risk. കാരണം ഇതെല്ലാം അവര് തന്നെയല്ല, പോലീസുകാരും ഉണ്ട്, പൊളിറ്റീഷ്യൻസ്, ലോക്കൽ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. സോ അവരെല്ലാം ഒരുമിച്ച് കൂടിയായിരിക്കുന്നത്, നമ്മൾ തന്നെയാ. സോ ഇവിടെ ആണെങ്കിൽ വേറെ ആരുമില്ല. നമ്മൾ പറഞ്ഞതിന്റെ കൂട്ട് പല ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരെല്ലാരും ഓരോരോ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും അവരുടെ സ്വന്തമായിട്ടാണെങ്കിൽ ഓർഗനൈസേഷൻ വളരാൻ വേണ്ടി. പക്ഷെ ഇവരെല്ലാം ഒറ്റ ഇതിലാണെങ്കിൽ നിൽക്കുവാണ്. പക്ഷെ ഈ ഓർഗനൈസേഷൻസ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ഇതെല്ലാം മാറാനായിട്ടുള്ളത് വളരെ ഈസിയാണ്. പക്ഷെ എവ്രി വൺ വാണ്ട് ടു ഡു ദെയർ വർക്ക് ആൻഡ് മേക്ക് ദെയർ ഓർഗനൈസേഷൻ ബിഗ്. സോ ദിസ് ഇസ് ഹൗ ഐ ഹാഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ് ബ്രോത്തൽ കീപ്പേഴ്സ്, ദിസ് മാഫിയ. അത് തന്നെയല്ല, ഒരു പോലീസ് ഓഫീസർ 3 കുട്ടികളെ, മൈനർ ഗേൾസ് അണ്ടർ 18 റെസ്ക്യൂ ചെയ്തിട്ട് 15, 16, 17 വയസ്സുള്ള പെൺകുട്ടികളെ റെസ്ക്യൂ ചെയ്തിട്ട് ഇവരെ പ്രൊട്ടക്റ്റീവ് ഹോമിൽ വെച്ചിരുന്ന അവരെ അവിടുന്ന് വിളിച്ചിട്ട് തിരിച്ചന്ന് ഈ വേശ്യാലയത്തിൽ പറഞ്ഞയച്ചു. പോലീസ് ആൻഡ് എ ലോക്കൽ പൊളിറ്റീഷ്യൻ. So I moved an application in the magistrate court. ഈ പോലീസ് ഓഫീസറിനെയും ലോക്കൽ പൊളിറ്റീഷ്യനെയും ഈ നടത്തുന്ന ആൾക്കാരുടെ കൂട്ട് തന്നെ, ദലാൽ ആൻഡ് പിൻസിന്റെ കൂട്ട് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അക്കോർഡിംഗ് ടു ഇമ്മോറൽ ട്രാഫിക് ആക്ട് 1956. ബിക്കോസ് ഹി ഈസ് എ ഗാർഡിയൻ ഓഫ് ലോ. പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളാണ് ഇത് ചെയ്തിരിക്കുന്നത്. So the magistrate gave inquire and report ന്റെ ഒരു ഇത് ഓർഡർ കൊടുത്തു. പക്ഷെ ഇത് പോയത് ഈ സെയിം പോലീസ് ഓഫീസറിന്റെ അടുത്ത്. അയാൾ എനിക്ക് നോട്ടീസ് ഇങ്ങോട്ട് തിരിച്ചാണെങ്കിൽ എനിക്ക് നോട്ടീസ് തന്നു. ഞാൻ ഈ പെൺകുട്ടികളുടെ മതം മാറ്റുക, ഇങ്ങനെ അതൊരു വലിയ ആരോപണമായി വരാൻ സാധ്യതയുണ്ടല്ലോ. കാരണം ഇതിനകത്ത് സുവിശേഷം ഇൻവോൾവ് ആണ്. ആത്യന്തികമായിട്ട് ബൈബിളും ദൈവവചനവുമാണ് ഇവരെ രൂപാന്തരപ്പെടുത്തുന്നത്. അപ്പൊ അതും കൂടി ഇൻവോൾവ് ആകുമ്പോൾ ഈ മതം മാറ്റത്തിന്റെ ഒക്കെ ഒരു പ്രശ്നം വരും. സോ ഞാൻ എന്റെ ബൈബിൾ എപ്പോഴും എന്റെ കയ്യിലെന്തെങ്കിലും ഉണ്ട്. എനിക്ക് ആരുടെയും മതം മാറ്റാൻ പറ്റിയില്ല. പക്ഷെ ഇവരെ ആണെങ്കിൽ ഈ ബന്ധനത്തിൽ കൂടെ ആണെങ്കിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഹൗ ക്യാൻ വി അലൗ ദീസ് ഗേൾസ് ടു ബി ഇൻ ദ ബ്രോത്തൽ ആൻഡ് സ്ലേവ്? This is the 20th century, and today this is modern day slavery. And how can we say India is my country and all Indians are my brothers and sisters? നമ്മുടെ പ്ലെഡ്ജ് ഉണ്ടല്ലോ. പ്ലെഡ്ജ് ചുമ്മാ വാങ്ങോണ്ട് പറഞ്ഞാൽ മതിയോ? എന്നിട്ട് ഈ പെൺകുട്ടികളെ, നമ്മുടെ സഹോദരി, നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ റേപ്പ് ചെയ്തിട്ട് പ്ലെഡ്ജ് വാങ്ങോണ്ട് പറഞ്ഞാൽ മതിയോ? ആൻഡ് ചെയ്യുന്നവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും മതം മാറ്റുക അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് അലിഗേഷൻസ് ചെയ്യുക. സോ ഐ ഡോണ്ട് കെയർ. ഇവരെ എന്നെ ഇതൊക്കെ പറഞ്ഞിട്ടെന്തെങ്കിലും ഒതുക്കാൻ നോക്കി. പക്ഷേ ഇറ്റ് ഡിഡ് വർക്ക്. 15 വർഷം ഈ ഒരു കേസ് ഞാൻ കോടതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ഈ പോലീസ് ഓഫീസർ, ലോക്കൽ പൊളിറ്റീഷ്യൻ, കോടതിയിൽ നിന്ന് പേപ്പേഴ്സ് തന്നെ എന്നെങ്കിൽ അവര് അടിച്ചു മാറ്റി. പിന്നെയും ഞാൻ ഫയൽ ചെയ്ത് ഐ ഫോട്ട് ഇറ്റ്. 15 വർഷം കഴിഞ്ഞിട്ട് 2019 ഈ പോലീസ് ഓഫീസറിനെയും ഈ പൊളിറ്റീഷ്യനെയും അറസ്റ്റ് ചെയ്തു. സോ വി നീഡ് ടു സ്റ്റാൻഡ്. ഇറ്റ്സ് നോട്ട് ഈസി. ദർ ഇസ് എ കോസ്റ്റ്, ദർ ആർ റിസ്ക്, ബട്ട് ദെൻ ആർ വി വില്ലിംഗ് ടു ടേക്ക് ദാറ്റ് റിസ്ക്? ഓക്കെ, ഫിലിമിനെ കുറിച്ച്, ബോളിവുഡിൽ ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് വലിയ
സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. എങ്ങനെ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിച്ചു? എന്താണ് ആ ഫിലിമിന്റെ ആശയം എന്തായിരുന്നു? എന്ത് സന്ദേശമാണ് അതിൽ കൺവേ ചെയ്യപ്പെട്ടത്? എന്തായിരുന്നു അത്? ഫിലിമിന്റെ പേരുണ്ട്. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഫിലിമിനെ പറ്റി. എനിക്കൊരു വീഡിയോ പോലും ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഞാൻ സ്റ്റേജിൽ പോലും ആക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അല്ല, ഇതിനകത്ത് ആക്ട് ചെയ്യുകയും ചെയ്തു. ആക്ടും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പ്രൊഡക്ഷൻ മാത്രമല്ല, ആക്ട് ചെയ്യുകയും. ഐ എം എ പ്രൊഡ്യൂസർ ആൻഡ് ഓൾസോ an actor along with other Hindi Bollywood actors. ഞാൻ I think 2017 or 18 ഞാൻ ഇവിടെ നാട്ടിൽ കൊച്ചി വന്ന സമയത്ത് one of the churches അവിടെ പോയി പ്രസംഗിച്ചായിരുന്നു. അപ്പൊ അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ആൻസൺ എന്നെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത്, ആൻസൺ യു ഷുഡ് കം അപ്പ് വിത്ത് എ ഫിലിം. ഞാൻ പറഞ്ഞു, വാട്ട് ഫിലിം? യെസ്, യുവർ സ്റ്റോറി യു ഷുഡ് കം അപ്പ് ഇൻ എ ഫിലിം. ഞാൻ പറഞ്ഞു, ഐ ഗോട്ട് നോ ദിസ് അബൌട്ട് ഫിലിം ഓർ എനിത്തിങ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു ഹിന്ദി ഫിലിം ഇറങ്ങിയിട്ടുണ്ട് പാഡ്മാൻ എന്നും പറഞ്ഞുകൊണ്ട്, ഈ സ്ത്രീകളുടെ ഒരു ഇഷ്യൂസിനെ പറ്റിയുള്ള അതെങ്ങനെ ഒരു വലിയൊരു ഫിലിമായിട്ടെങ്കിൽ മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് ബോംബെ പോയി. ഐ വാസ് ബിസി. ഇത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ എന്നെ ഒരു ടോക്കിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ലീഡ് ടോക്ക്. സോ അവിടെ ഐ വാസ് വൺ ഓഫ് ദ സ്പീക്കർ. So before I spoke, there was another person who spoke. He was the director of this movie, Least of These My Brethren. He Grant Stains in the movie. Chedala. So he shared how it took nearly 18 years. ഇതെല്ലാം ഇത് ചെയ്തു വരാനായിട്ട്, ഇതിന്റെ ഫൈനാൻസ് ആൻഡ് ഓൾ ദോസ് ടൈപ്പ് ഓഫ് തിങ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിച്ചത്. Suddenly something in me triggered through the Holy Spirit and said I should come up with a film. ഞാൻ തിരിച്ച് ബോംബെ പോയി ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ പോയി കണ്ടു, ഈ ഹിന്ദി ബോളിവുഡിലെ ഇതൊക്കെ ചെയ്യുന്ന. കാരണം ഒരു സ്ക്രിപ്റ്റ് വേണമല്ലോ, ചുമ്മാ ഫിലിം വരത്തില്ലല്ലോ. പറഞ്ഞു, വെരി ഗുഡ്, ലൈക്ക് യു വിൽ ഗെറ്റ് ദിസ് അവാർഡ്, ലൈക്ക് വലിയ അവാർഡൊക്കെ കിട്ടും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പറ്റിയുള്ള മൂവി ചെയ്താല്. ഞാൻ പറഞ്ഞു, എനിക്ക് അവാർഡൊന്നും വേണ്ട, എനിക്കൊരു സ്ക്രിപ്റ്റ് വേണം. ഇതെല്ലാം കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, യു വിൽ ഹാവ് ടു പേ മീ 7 lakh rupees ഈ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എന്റെ സ്റ്റോറി ഐ ടെൽ യു, യു റൈറ്റ് ഇറ്റ് ആൻഡ് ഐ ഹാവ് ടു ഗിവ് യു 7 lakh rupees. സ്ക്രിപ്റ്റിന് തന്നെ ഞാൻ 7 ലക്ഷം രൂപ തരുവാണെങ്കിൽ ബാക്കിയുള്ള ഇതൊക്കെ ആണെങ്കിൽ എന്തുവായിരിക്കും? സോ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഫൗണ്ടൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റൈറ്റ് സൈഡിൽ ഒരു ബുക്ക് ഷോപ്പ് കണ്ടു ഞാൻ. ആ ബുക്ക് ഷോപ്പ് ആണെങ്കിൽ ഫിലിമിന്റെ ഓരോരോ ഇത് വിൽക്കുന്ന ബുക്സും വേറെ പല കാര്യങ്ങൾ വിൽക്കുന്ന ഒരു കടയായിരുന്നു. അപ്പം ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു അതിലോട്ട് പോകാനായിട്ട്. അതിൻ്റെ അകത്ത് കയറി ആ കൗണ്ടറിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇൻ 21 days. Again, the Holy Spirit said, buy that book. So I purchased that book. And I started reading page by page. എനിക്ക് സ്ക്രിപ്റ്റ് എന്തുവാന്നുള്ളത് എനിക്കൊരു ഐഡിയയും ഇല്ല. സോ അങ്ങനെ വാങ്ങിച്ചിട്ട് വായിക്കാൻ തുടങ്ങി. എന്നിട്ട് രാവിലെ ഞാൻ 3-3:30 ആകുമ്പോൾ വെണ്ണിക്കുമായിരുന്നു. എൻ്റെ ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രാഫ്റ്റ് എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ്, തേർഡ് ഡ്രാഫ്റ്റ്. കാരണം എൻ്റെ ഓരോരോ സ്റ്റോറീസ് വലിയ വലിയ സ്റ്റോറികളാണ്. അതിനെ എല്ലാം ചെയ്ത് ഒരു സ്ക്രിപ്റ്റാക്കി. അത് കഴിഞ്ഞിട്ട് ഡയറക്ടേഴ്സിനെ 2-3 ഡയറക്ടേഴ്സിനെ, ആക്ടേഴ്സ് ഇത് ചെയ്യുന്ന അവരുടെ ആണെങ്കിൽ ഓഡിഷൻ, പിന്നെ സ്ഥലങ്ങളൊക്കെ. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ ഇത് ചെയ്തിട്ട് മുമ്പിലോട്ടെന്നെങ്കിൽ കൊണ്ടുപോയി 6 മാസത്തിന്റെ ഉള്ളിൽ ഈ ഒരു ഫിലിം മൊത്തം ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് സെൻസർ സർട്ടിഫിക്കറ്റ് വരെ എനിക്കെന്നെങ്കിൽ കിട്ടിയത്. കാരണം പല ആൾക്കാര് തുടങ്ങിയിട്ടെന്നെങ്കിൽ മെനി ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദ മൂവി ആൻഡ് ഐ വാസ് വെരി ന്യൂ, ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാള്. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയുകയില്ല, നീ എനിക്ക് ബുദ്ധിയും ജ്ഞാനം തരണമേ, എങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത് ചെയ്യേണ്ടത്. സോ ഇതിന്റെ ഓരോരോ കാര്യങ്ങൾ ഫിലിമിലുള്ളത്
I could keep control on that. And അത് തന്നെയല്ല ഞാൻ പറഞ്ഞതിന്റെ കൂട്ട്, ഇറ്റ്സ് എ ഹിന്ദി ബോളിവുഡ് മൂവി. സോ ഈ ആക്ടേഴ്സ് ഒക്കെ വരുന്നത് അവർ മറ്റേ ആക്ട് ചെയ്യുന്ന ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെയും വരുന്നത്. ഞാൻ അവരോട് ഐ ടോൾഡ് ദം, സീ ദിസ് മൂവി ഐ എം ഡൂയിങ് ഇറ്റ് വിത്ത് എ പർപ്പസ് ഓൺ ഹ്യൂമൻ ട്രാഫിക്കിംഗ്. എന്റെ സെറ്റിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ തോന്നിയാവാസം ചെയ്യാൻ ഞാൻ സമ്മതിപ്പിക്കുകയില്ല. കാരണം എനിക്കുള്ള ഒരു പേരാണ്. And if you do anything wrong, even if I lose my money, I will say pack up and I will finish it off. And ഈ ഫിലിമിന്റെ തുടക്കം മുതൽ അവസാനം ഓരോ ദിവസി ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ പ്രാർത്ഥനയോടാണ് തുടങ്ങിയത്. ചില ദിവസി വേറെ ഐ ഹാവ് ടു ആക്ട്, അവർ വന്ന് എന്നെ വിളിക്കുമായിരുന്നു, സർ ഇന്ന് പ്രാർത്ഥിച്ചില്ല, പ്ലീസ് കം ആൻഡ് പ്രേ. അങ്ങനെ ഓരോ ദിവസവും ഷൂട്ട് ചെയ്ത് ഓരോരോ ഇത് ചെയ്തത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതാണെങ്കിൽ തുടങ്ങിയതും അവസാനിപ്പിച്ചു. സോ ഇറ്റ് വാസ് ജസ്റ്റ് ഗോഡ്സ് ഗ്രേസ്. ഇതിന്റെ പേരെന്തുവായിരുന്നു മൂവിയുടെ? ദ നെയിം ഓഫ് ദ മൂവി ഈസ് പ്ലെഡ്ജ് ടു പ്രൊട്ടക്ട്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്സില് ദ പ്ലെഡ്ജ് ഇസ് ദേർ. സോ ഐ ഗേവ് ദ ടൈറ്റിൽ പ്ലെഡ്ജ് ടു പ്രൊട്ടക്ട്. So we all have to take a pledge to protect our daughters, our sisters, our mothers. So it is a story of mine. ഈ കഴിഞ്ഞ 30 വർഷം 21 ഇത് ചെയ്തത് എങ്ങനെ ദൈവം എന്നെ ഇന്ത്യയിലെ റെഡ് ലൈറ്റ് ഏരിയയിൽ വർക്ക് ചെയ്തു, ഹൗ ഐ കുഡ് വർക്ക് ഓവർ ദർ, മൈ ഫൈറ്റ് അഗെയിൻസ്റ്റ് എ കറപ്റ്റ് സിസ്റ്റം, പോലീസിന്റെ അഗെയിൻസ്റ്റ്, ജുഡീഷ്യറി, കോടതി പോയാൽ എങ്ങനെയാ ഫൈറ്റ് ചെയ്യേണ്ടത്. ഇവിടെ തന്നെയല്ല, ഞാൻ 2000 ആംസ്റ്റർഡാമിലെ ബിലിഗ്രാംസിന്റെ കോൺഫറൻസിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ആ 10 ദിവസം കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ബ്രോത്തൽസിൽ പോകുമായിരുന്നു. അവിടെ പോയി അവിടെയുള്ള സഹോദരികളെ, ഐ ഡോണ്ട് ലൈക്ക് ടു കോൾ ദം പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, ദോസ് സിസ്റ്റേഴ്സ് ഐ യൂസ് ടു ഗോ ആൻഡ് മീറ്റ് ആൻഡ് ടോക്ക് ടു ദം. People feel like, oh, it is a sex capital and it is legalized and all those things. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് അവരെ പോയി കാണുമ്പം അവർ തുടക്കത്തിൽ ചിന്തിക്കുമായിരുന്നു, ലൈക്ക് യു നോ ദാറ്റ് ഐ എം എ കസ്റ്റമർ. ആൻഡ് അവിടെ ഇറ്റ് ഇസ് മോർ ഓപ്പൺ, മാംസം മൊത്തമായിട്ടെന്തെങ്കിൽ നഗ്നത കാണിച്ച ഇത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവരോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അവർ ചിന്തിക്കുമായിരുന്നു ഞാൻ ഐ എം ക്രേസി. ബട്ട് ദെൻ ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പം അവർ മനസ്സിലാക്കി ഞാൻ അവരുടെ ശരീരത്തിനെ അല്ല കാണുന്നത്, ഞാൻ അവരുടെ ആത്മാവിനെയാണ് കാണുന്നത്. ദെൻ ദേ യൂസ് ടു ഷെയർ വിത്ത് മീ. അവരെന്നോട് ഷെയർ ചെയ്യുമായിരുന്നു അവരെ ഏത് വിധത്തിലാണ് അവരെ ഇതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. ജോലിക്ക് വേണ്ടി വരുമ്പം അവരുടെ പാസ്പോർട്ട്സ് എന്തെങ്കിലും എടുക്കുമായിരുന്നു. ഈ പിംസ് ഒക്കെ ഇവരെ എന്തെങ്കിലും ഫോഴ്സ് ചെയ്ത ഇത് ചെയ്യുന്നത്. അവിടെ നിൽക്കുമ്പം അവർ കയ്യാട്ടി വിളിക്കും, വിസിൽ ചെയ്യും, എല്ലാം ചെയ്യും, സന്തോഷമായിട്ട് കാണും. പക്ഷേ അവരുടെ അകത്ത് ഒരു തകർന്ന ഒരു ജീവിതമാണ്. ഞാൻ അവിടെ പോയി അവരെ കണ്ട് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കണ്ണുനീര് കൊണ്ട് അവരെന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഞാൻ സിഡ്നി ഒളിമ്പിക്സിൽ പോയ സമയത്ത് ഒരു പെൺകുട്ടിയെ ഞാൻ എന്തെങ്കിലും കണ്ടായിരുന്നു. അവർക്കൊരു ട്രാക്ക് കൊടുത്തപ്പം ചോദിച്ചപ്പോൾ എന്തുവാ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ശരീരം കാണിക്കുക. ഷി വാസ് അബൌട്ട് ടു ഗോ ഇൻ ടു എ സ്ട്രിപ്റ്റീസ് ജോയിന്റ്. 16-17 വയസ്സുള്ള പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഞാൻ അവിടെ നിന്നെങ്കിൽ അവളോട് സുവിശേഷം പറഞ്ഞിട്ട് ഇത് ചെയ്ത് then I connected her with a family from Melbourne. അതിൻ്റെ അഡ്രസ്സും ഇതൊക്കെ എടുത്തായിരുന്നു. ഐ വാസ് ബിസി. ബട്ട് അത് 2 വർഷം കഴിഞ്ഞിട്ട് അവൾ എനിക്കൊരു ലെറ്റർ എഴുതി, ഐ എം സ്റ്റഡിങ് ടു ബി എ ടീച്ചർ. സോ ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ജസ്റ്റ് ടു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. വെളിയിൽ ആംസ്റ്റർഡാം ഈ വലിയ വലിയ കളികൾ നടക്കുന്ന സമയത്തൊക്കെ എന്തുവാ നടക്കുന്നത്, അത് ഇതിൻ്റെ അകത്താണെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ 14 മിനിറ്റിന്റെ ഒരു ഫിലിമാണ്. ഓക്കെ. എന്നിട്ട് അത് എവിടെ പ്രദർശിപ്പിച്ചു, എങ്ങനെ അത് യൂട്യൂബിലുണ്ടോ? ഇതിന്റെ 4 പ്രീമിയർ ഷോ ചെയ്തായിരുന്നു. പക്ഷേ ഐ didn't have the finance തിയേറ്റർ റിലീസ് ചെയ്യാനായിട്ട്. ഇതിന്റെ ഒത്തിരി അധികം ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് യൂട്യൂബില് ഞാൻ അന്നെങ്കിൽ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ വുമൻസ് ഡേ. I felt it is not that I should get my money back and all. So I have released it on YouTube. So not thinking about what I can gain from it, but what I can give.
കാരണം പലരും ചിന്തിക്കും, ഓ ഫിലിം ഉണ്ടാക്കിയിട്ട് ഇതിൽ കൊടുത്ത് എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് വാസ് നോട്ട് മൈ ഇന്റൻഷൻ. സോ ദിസ് ഇസ് ദെയർ ഓൺ യൂട്യൂബ്. പീപ്പിൾ ക്യാൻ വാച്ച് ആൻഡ് ഓക്കെ. ഇത്രയും കാലം അവിടെ പ്രവർത്തിച്ചു, മുംബൈ ബേസ് ചെയ്ത് പ്രവർത്തിച്ചു. കേരളത്തെ കുറിച്ച് എന്തെങ്കിലും കൺസേൺ തോന്നി? കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടി ആണെങ്കിൽ ബോംബെ വന്ന് അകപ്പെട്ടു പോയി. അവളെ അവിടുന്ന് റെസ്ക്യൂ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഷീ ഡൈഡ് ഓഫ് HIV/AIDS. സോ മൈ മെസ്സേജ് ഇസ് ലൈക്ക് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നെങ്കിൽ, ഓ ഈ ആൾക്കാർ ഇതിനു വേണ്ടി ജോലി ചെയ്യുക, ബിക്കോസ് ഓഫ് പോവർട്ടി ആൻഡ് ഓൾ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗേൾസിനെയും പല വിധത്തിൽ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. പല വിധത്തിലുള്ള ഡ്രഗ്സ് ആണെങ്കിൽ കൊടുത്തെങ്കിൽ ഫുഡിന്റെ അകത്ത് അല്ലെങ്കിൽ ഡ്രിങ്ക്സിന്റെ അകത്ത് കൊടുത്തിട്ടെങ്കിൽ അവരെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. പല വിധത്തിലെ ഡ്രഗ്സ് ആർ ദേർ. ഒരു കോക്കിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു പെപ്സിയുടെ അകത്ത് കൊടുക്കുന്ന ആരാ? കൂട്ടുകാരനെ ചിന്തിക്കുന്ന, ഓ ഈ സച്ച് എ ഗുഡ് ഫ്രണ്ട് എനിക്ക് വാങ്ങിച്ചു തരുന്നേ. പക്ഷെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാല് യു വിൽ നോട്ട് നോ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ദിസ് ഗേൾ വിൽ ഗോ ഔട്ട് ഓഫ് ഹർ കോൺഷ്യൻസ് ആൻഡ് ഇവളെ റേപ്പ് ചെയ്തിട്ട് ഇവളുടെ നഗ്ന ഫോട്ടോയൊക്കെ എടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. സോ ഓൾ ദീസ് ആർ ഹാപ്പനിങ് ടുഡേ. ഇറ്റ്സ് ബിഗ് ലോങ് സ്റ്റോറീസ്. So we have to conscientize our people, the younger generation. This is what's happening. പക്ഷെ ഞാൻ ഇന്നിപ്പം കേരളത്തിനെ പറ്റി ആണെങ്കിൽ എനിക്ക് ഒരു ഭാരമുള്ളത്, ഞാൻ ബോംബെയിൽ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ഉള്ള സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 3-4 പെൺകുട്ടികള്, മലയാളത്തിൽ ഒരു ഇത് പറയുമല്ലോ, മുലകുടി പോലും മാറാത്ത പെൺകുട്ടികള്, അവർ പുക വലിക്കുന്നു. അത് പുക സിഗരറ്റ് അല്ല, വേറെ ടൈപ്പില് ഒരു ഇതായിട്ടുള്ള ഫിക്സ് ചെയ്തിരിക്കുന്ന സിഗരറ്റ്സ് ആണ് വലിക്കുന്നത്. എന്നിട്ട് അവരുടെ വിരല് കാണിക്കുന്നു. ഒരു പേടിയുമില്ല, ഒരു ഭയവുമില്ലാതെ എന്നെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടപ്പം ഇറ്റ് റിയലി പെയിൻ മീ. ഞാൻ നാട്ടിൽ ജനിച്ചല്ല, ഞാൻ ബോംബെ ജനിച്ച, പക്ഷെ ഞാൻ ഒരു മലയാളിയാണ്. പക്ഷെ ഈ മലയാളി പെൺകുട്ടികളുടെ ഈ ഒരു ഇത് കണ്ടപ്പം, ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഒരു ഇത് കണ്ടപ്പം എനിക്ക് തന്നെ ദുഃഖം തോന്നി. And I was praying, God, how can I bring a difference or make a difference? കാരണം ഞാൻ കളി യൂസ് ചെയ്തു റെഡ് ലൈറ്റ് ഏരിയയില്. അവിടെ ആണെങ്കിൽ ചേഞ്ചസ് വരുത്താനായിട്ടൊക്കെ ബോംബെ, പൂന, ഡൽഹി, കാൽക്കട്ടയിലൊക്കെ. സോ ഞാൻ രാവിലെ പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത് ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് ഗോ ടു കേരള. അന്ന് തന്നെ 11:45 ട്രെയിനിന് ഞാനൊരു അൺറിസർവ് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടൊന്നെങ്കിൽ വന്നു. എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ പോവാം. ആൻഡ് ഐ കെയിം ഹിയർ ടു കേരള. അങ്ങനെ കേരളത്തിലേക്ക് വന്നത് ഈ വീഡിയോ കണ്ടതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. യെസ്, ആൻഡ് ഐ ബീൻ ഹിയറിംഗ് ഓൾസോ. കാരണം ഇത് മയക്ക് മരുന്നിന്റെ ഒക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ പല ടൈപ്പില് അവരെ ആണെങ്കിൽ ഇതിന്റെ അകത്താണെങ്കിൽ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. സോ സംതിങ് ഹാസ് ടു ബി ഡൺ. കേരളത്തെ കുറിച്ചുള്ള ആ കൺസേണോടെ കേരളത്തിലെത്തി. ഇവിടെ എന്ത് ചെയ്തു? ഞാനിവിടെ വന്നിട്ട് ആദ്യം ഞാൻ ചില കളിക്കാരെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഒരു എക്സിബിഷൻ ഫുട്ബോൾ മാച്ച് ആണെങ്കിൽ നടത്താനായിട്ട് അതിൽ കൂടുന്ന എങ്ങനെ അവയർനെസ് ചെയ്യുന്നെന്ന്. പക്ഷേ ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഔട്ട് ബിക്കോസ് സംതിങ് പോസിറ്റീവ് ഡിഡ് നോട്ട് വർക്ക് ഔട്ട്. പക്ഷെ ദെൻ ഐ തോട്ട് ലൈക്ക് അതൊന്നും വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ ദാറ്റ് ഡസ് നോട്ട് മീൻ എവറിത്തിങ് ഈസ് ഓവർ. ഞാൻ സെന്റ് തോമസ് ഓർത്തോമ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ രാവിലെ ആണെങ്കിൽ പോയി, കോഴഞ്ചേരി. അവിടെ പോയിട്ട് കുറച്ച് കുട്ടികളാണെങ്കിൽ ദേ വർ പ്ലേയിങ്. സോ ഞാൻ ഓർത്തു അവരുടെ കളി കഴിഞ്ഞിട്ട് അവരോടൊന്നെങ്കിൽ സംസാരിക്കാം എന്നുള്ളത്. ഞാൻ ഓർത്തു ഇവർ ചിന്തിക്കും ഇതാരാ വന്നിട്ട് ഞങ്ങൾക്ക് വലിയ ലെക്ചർ തരുന്നത്. സോ ഞാൻ പോയി അവരുടെ ഇടയിൽ കളിക്കാൻ തുടങ്ങി. കളിച്ചപ്പം they understood, hey, this is like, കളി അറിയാവുന്ന some different personality, like, So എന്റെയും ടീഷർട്ടും ഇട്ടിരുന്ന ഇതൊക്കെ ആണെങ്കിൽ അഴുക്കാക്കിയപ്പം, അഴുക്കാക്കി എന്ന് പറഞ്ഞാൽ കളിച്ച, യു ബിക്കം എ പാർട്ട് ഓഫ് ദം. പിന്നെ അവരോടാണെങ്കിൽ ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ദം മയക്കുമരുന്നിനെ പറ്റി, ഹൗ യു ക്യാൻ കീപ് യുവർ ബോഡി
clean. Your body is the temple of God. സോ അതാണെങ്കിൽ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് സെന്റ് തോമസ് സ്കൂളില് കൊച്ചു പിള്ളേരെന്നെങ്കിൽ അവരുടെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആരോ പോയി അവരുടെ ടീച്ചറിനോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരാളുണ്ട്. അപ്പം ആ PT ടീച്ചറിനെ വിളിച്ച് ആ കുട്ടികളോട് സംസാരിക്കാനായിട്ടെന്ന് പറഞ്ഞു. സോ ഐ ഗോട്ട് എ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ദോസ് സ്കൂൾസ് ചിൽഡ്രൻ ടു, ബിക്കോസ് അവരുടെ ഇടയിലാണല്ലോ കൂടുതലായിട്ട് അന്ന് ഇരിക്കുന്നത്. പിന്നെ ഞാന് കുമ്പനാട് അവിടെ ആണെങ്കിൽ വെളിയിൽ നിന്നാണെങ്കിൽ റോഡിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് തിരുവല്ല ഞാന് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററിനോടൊന്നെങ്കിൽ പെർമിഷൻ വാങ്ങിക്കാൻ പോയതാണ്. എൻ്റെ കയ്യിൽ ചെറിയ മൈക്ക് ഇരിപ്പുണ്ട്. ക്യാൻ യു പ്ലീസ് അലൗ മീ ടു സ്പീക്ക്? പക്ഷെ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു ഇന്നാ ഞങ്ങളുടെ അനൗൺസ്മെന്റ് മൈക്ക് എടുത്തിട്ടാണെങ്കിൽ യു സ്പീക്ക് എന്ന് പറഞ്ഞ. സോ അങ്ങനെ അവിടെ ആണെങ്കിൽ എനിക്ക് പോകുന്ന പാസഞ്ചേഴ്സിന്റെ ഇടയിൽ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരുടെ ഇടയിലാണെങ്കിൽ സംസാരിക്കാൻ ബോധവൽക്കരണം വരുത്താൻ പറ്റി. തിരുവല്ല പ്രൈവറ്റ് സ്റ്റാൻഡ് അവിടെ വെളിയിൽ നിന്നുകൊണ്ടെന്നെങ്കിൽ അവിടെ ഇത് ചെയ്യാൻ പറ്റി. ഇന്നലെ ആണെങ്കിൽ റാന്നി അവിടെ പ്രൈവറ്റ് സ്റ്റാൻഡിലും വെളിയിലും ഒക്കെ ആണെങ്കിൽ എനിക്ക് ബോധവൽക്കരണം ചെയ്യാനുള്ള അവസരം കിട്ടി. പത്തനംതിട്ട ഇന്നലെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയിട്ട് ഇത് ചെയ്തു. അങ്ങനെ ജനമുള്ള ആൾക്കാരുടെ അവിടെ ഉള്ള സ്ഥലത്ത് പോയിട്ട് ഐ വോണ്ട് ടു ക്രിയേറ്റ് ആൻ അവയർനെസ്. കാരണം ആൾക്കാർ ജനം പേടിച്ചിരിക്കുവാണ്. അയ്യോ ഇവര് വലിയൊരു മാഫിയ, നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. ന്യൂസുകാര് ഇതിനെപ്പറ്റി ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പൊളിറ്റീഷ്യൻസ് ആർ റെസ്പോൺസിബിൾ. രാഷ്ട്രീയക്കാർ ഇതിന്റെ ആണെങ്കിൽ റെസ്പോൺസിബിൾ ആണ്. പോലീസുകാർ ഇവരുടെ ഇടയിലാണെങ്കിൽ ഇത്. പക്ഷെ ഹൂസ് റെസ്പോൺസിബിൾ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിളില് നെഹെമ്യായ കണ്ടു മതിലുകൾ അന്നെങ്കിൽ തകർന്നു കിടക്കുന്നു, ഗേറ്റ്സ് അന്നെങ്കിൽ എരിഞ്ഞിട്ടുണ്ട്. അത് കണ്ടപ്പം ഈ വെപ്റ്റ്, സങ്കടപ്പെട്ടെന്നെങ്കിൽ കരഞ്ഞ് ചെയ്തിരിക്കുന്ന പാപത്തിന് വേണ്ടി പശ്ചാത്തപിച്ചു. ഹിസ് പേരൻസ് ചെയ്തിരിക്കുന്ന പാപത്തിന് വേണ്ടി പശ്ചാത്തപിച്ചു. ഇസ്രായേൽ ചെയ്ത പാപത്തിന് വേണ്ടി റിപ്പന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അവരന്നെങ്കിൽ മതില് പണിയാൻ തുടങ്ങി. പോയി മാർക്കറ്റിൽ നിന്ന് പോയി കുറെ ആൾക്കാരെ വിളിച്ചോണ്ട് വന്നിട്ടല്ല മതിൽ ഇത് ചെയ്ത്. പുരോഹിതന്മാര്, പൊളിറ്റീഷ്യൻസ്, അങ്ങനെ പല പല ഇതിലുള്ള ആൾക്കാര് ചെറുതും വലുതും അവരെ ഒരുമിച്ച് കൂട്ടിയിട്ടെന്നെങ്കിൽ 52 ദിവസത്തിന്റെ ഉള്ളിൽ ഈ മതില് ബിൽഡ് ചെയ്തു. അവിടെയും ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു. Despite opposition, they built the walls of Jerusalem because God was there with them. കേരളത്തിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒപ്പോസിഷൻ വരുമായിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഇത് ചെയ്യുവാണെങ്കിൽ, ചെറുതും വലുതും, ഒരു സഭയെ അങ്ങനെ നോക്കിയിട്ടല്ല, എല്ലാം സഭകള്, ഒരു മതം നോക്കിയിട്ടല്ല, എല്ലാം മതക്കാര്, രാഷ്ട്രീയം ഞാൻ ഈ പാർട്ടിയാ ആ പാർട്ടിയാ നോക്കിയിട്ടല്ല, എല്ലാം പാർട്ടിക്കാര്, പോലീസുകാര്, ബസ്സുകാര്, എല്ലാവരും വന്നെങ്കിൽ ഡ്രൈവർ, ഓട്ടോക്കാര്, ഇവരെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടി വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കേരളം നല്ലൊരു കേരളമായിട്ടാണെങ്കിൽ മാറ്റി തീർക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്കന്നെങ്കിൽ പ്രയത്നം ചെയ്യണം. ഇന്ന് കേരളം എരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. കേരള ഇസ് ഓൺ ഫയർ. കേരള വിൽ ബേൺ ആൻഡ് ഫിനിഷ് ഓഫ്. ബട്ട് ദെൻ വി ഹാവ് ടു ഡു ഫയർ ഫൈറ്റിംഗ്. Who will do that firefighting? First of all, we have to repent. നമ്മൾ ചിന്തിക്കുന്ന മൈക്ക് വരുന്നെന്ന് പറഞ്ഞാല് ഹെറോയിനും അങ്ങനെയൊക്കെ വലിയ വലിയ ഇതാണ്. പക്ഷേ നമ്മൾ സിഗരറ്റ് വലിക്കുന്ന, തമ്പാക്കു, ബിയർ, ഇതും ഒക്കെ ആണെങ്കിൽ ലഹരിയാണ്. ഇതെല്ലാം ആണെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കണം. നമ്മുടെ യുവതലമുറ കണ്ടിരിക്കുന്ന എന്താണ്? പ്രായമുള്ളവരെ ഇങ്ങനെ വലിച്ചും കുടിച്ചും നടക്കുന്ന, അതുകൊണ്ട് അവർ 10 അടി കൂടുതലാണെങ്കിൽ ഇതിനകത്തോട്ടാണെങ്കിൽ പോകുന്നത്. സോ ആം ഐ വില്ലിംഗ് ടു സ്റ്റോപ്പ്? ആം ഐ വില്ലിംഗ് ടു റിപ്പന്റ്? നമ്മൾ സ്വയമേ ആദ്യം പശ്ചാത്തപിക്കണം. കാരണം നെഹെമ്യായ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിയില്ല, സ്വയമേ ആണെങ്കിൽ ഈ റിപ്പന്റഡ്. സോ ടുഡേ കേരള ഹാസ് ടു റിപ്പന്റ്. ദൈവം ജോനയാണെങ്കിൽ നിനിവേ വിട്ടു. പുള്ളിക്കാരനും ഫാമിലി ഉണ്ടായിരുന്നു.
He was scared. What would happen to me and my family? Instead of going to Nineveh, he goes to Tarshish. ഞാൻ full story പോകുന്നില്ല. കാരണം he was scared. പക്ഷേ he goes back to Nineveh, that wicked city. And he tells the people of Nineveh to repent. ചെറുത് മുതൽ വലുത് അവരെല്ലാം ഒന്നിച്ച് they repented. ദൈവം നിനിവെ തീർക്കാൻ പോവായിരുന്നു. പക്ഷേ ദൈവം ഇവരെ കണ്ടിട്ട് he relented of the disaster. അവിടെ വരാൻ പോകുന്ന ആ ഡിസാസ്റ്ററിനെ ദൈവം അത് മാറ്റി. അതുപോലെ തന്നെ കേരളത്തിന്റെ മുമ്പിൽ വലിയ ഒരു ഡിസാസ്റ്റർ ഉണ്ട്. ആ ഡിസാസ്റ്റർ മാറണമെങ്കിൽ ചെറുതു മുതൽ വലുത് രാഷ്ട്രീയക്കാര് എല്ലാവരും, നമ്മുടെ എല്ലാ മതക്കാര്, ക്രിസ്ത്യാനികള്, ഹിന്ദുക്കള്, മുസ്ലിങ്ങള് എല്ലാവരും ഒരുമിച്ച് കൂടി you have to repent. We are responsible for all this which has happened. നാളെ വെളിയിൽ നിന്ന് ആരും വരികയില്ല നമ്മുടെ കേരളം നന്നാക്കാൻ വേണ്ടി. അവരിരുന്ന് ചിരിക്കും. പക്ഷെ കേരളം നന്നാക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടണം. ഞാനൊരു മലയാളിയായി ഇത് കണ്ടപ്പം ഞാൻ ടിക്കറ്റും എടുത്ത് സുഖിച്ചു വരുന്നിട്ടെന്നെങ്കിൽ വലിയ ഹാളിൽ പോയിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇറങ്ങി, തെരുവിൽ ഇറങ്ങി. നമുക്ക് ഇറങ്ങണം. ചിലപ്പം ഓപ്പോസിഷൻ വരുമായിരിക്കും. KSRT സ്റ്റാൻഡിൽ എന്ന് പ്രസംഗിച്ച സമയത്ത് കണ്ട് മൈക്ക് മരുന്ന് എടുത്തിരിക്കുന്ന ആൾക്കാർ വന്നിട്ട് എന്നെ അടുത്ത് ചാടിക്കൊണ്ട് വന്നു. അവർക്കറിയത്തില്ല ഞാൻ ഇതിനെക്കാട്ടിലും ഇവന്മാരെക്കാട്ടിലും വലിയ ആൾക്കാരെ ഞാൻ എയർപോർട്ടിൽ വെച്ച് ഡ്രഗ് സ്മഗ്ലേഴ്സിനെ പിടിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇവരോർത്തു വന്നിട്ട് എന്നെ ഒന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു പോകുന്നു. ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷെ അകത്തിരുന്ന സ്റ്റേഷൻ മാസ്റ്ററും ബാക്കിയുള്ളവരും ചാടി വന്നിട്ട് അവരെ ഓടിപ്പിച്ചു. കാരണം എന്താണ്? നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താല് ഇതൊന്നും വലിയ ഒരിതല്ല. അതാണ് ഞാൻ പറയാനായിട്ട് നോക്കുന്നത്. നമ്മൾ എപ്പോഴും പേടിച്ച് അയ്യോ ഞാൻ ഇത് ചെയ്താൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബത്തിന് എന്തോ സംഭവിക്കും. ഞാൻ സ്ട്രീറ്റിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ ഞാൻ ഇനിയും പോയിട്ട് ഞാൻ ഇനിയും ജീവനോട് തിരിച്ചു വരുമോ? പക്ഷെ ഞാൻ നിന്റെ കയ്യിൽ സമർപ്പിക്കും. കഴിഞ്ഞ 34 വർഷം ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന ദൈവം കേരളത്തെ ആണെങ്കിൽ സൂക്ഷിക്കാനായിട്ട്. ആൻസൺ തോമസ് അസാധാരണമായ പ്രവൃത്തികൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം കേരളത്തിലെ പെൺകുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് നൊന്തു. എന്തു ചെയ്യുമെന്ന് ആകുലപ്പെട്ട് നിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്. മുംബൈയിൽ നിന്ന് ഒരു ട്രെയിനിന്റെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി അദ്ദേഹം കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ ഓരോ ബസ് സ്റ്റാൻഡുകളിലും സ്കൂളുകളിലും തനിക്ക് എത്തിപ്പെടാവുന്നിടത്തെല്ലാം ചെന്ന് മയക്കുമരുന്നിനെതിരായി അദ്ദേഹം ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു അസാധാരണമായ ജീവിതമാണ്. ഒറ്റ കാര്യമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്: യേശുക്രിസ്തുവിന്റെ സ്നേഹം, ദൈവവചനത്തോടുള്ള പ്രതിബദ്ധത. നമ്മൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ദൈവവചനത്തോട് പ്രതിബദ്ധതയുള്ളവരുമാണെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത് ഇതിനെതിരായി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത്, ഡ്രഗ്സിനെതിരായി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭകൾ, വിശ്വാസികൾ, പുരോഹിതന്മാർ, പാസ്റ്റേഴ്സ് എല്ലാവരും അതിനുവേണ്ടി തയ്യാറാകേണ്ടിയിരിക്കുന്നു. ആൻസൺ തോമസ് നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയാണ്. താങ്ക് യു.